എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം സവാള 4 അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. 15-20 എണ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം വഴണ്ടി വരണം. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റാം. അതിൻ്റെ പച്ചക്കുത്ത് പോണ വരെ നമുക്ക് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അത് മൂടി അടച്ചു വെച്ച് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. തക്കാളി നല്ലോണം ഉടഞ്ഞ് കിട്ടണം. ഇടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് തക്കാളി നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ പിന്നെയും അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് 5-6 വിസിലടിച്ചതാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബീഫ് ഒരു 3/4 വേവ് വേവിക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഈ ഗ്രേവിയിലിട്ടിട്ട് നമുക്ക് നല്ലോണം വേവിച്ച് എടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നല്ലോണം വറ്റിച്ചെടുക്കാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
താങ്ക് യു.